ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇതിൻ്റെ അരകല്ല് ഇടിക്കല്ല് ഇത് നമ്മളാണെങ്കിൽ ഇന്ന് ഇത് ചെയ്യാൻ പോവാണ്. മയക്കിയെടുക്കാൻ പോലെ വഴക്കിയെടുക്കുക എന്നൊക്കെ പറയത്തില്ല, അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഇട്ടതിനകത്ത് എല്ലാവരും ചോദിച്ചതിന് എത്ര രൂപയായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ 750 രൂപ, 700, 800 ഒക്കെ ഇതിൻ്റെ റേറ്റ് ഓൺലൈനിൽ കണ്ടത്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ചാണ്, അതുകൊണ്ട് എനിക്ക് അത്രയും വില കുറച്ച് കിട്ടിയാണെന്ന് അറിയത്തില്ല. ഇത് നമുക്ക് കിട്ടിയത് 450 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. വെറും 450 രൂപയായതുള്ളൂ. പക്ഷേ ഓൺലൈനിൽ ഇതിന് ഭയങ്കര റേറ്റ്. എല്ലാവരും പറയുന്നത് ഓൺലൈനിലുണ്ട്, മേടിച്ചാൽ മതി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നല്ല റേറ്റാണ്. ഇത് ഞങ്ങൾ കരുനാപ്പള്ളി മാർക്കറ്റിനകത്തുള്ള ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ച്, ഞങ്ങൾക്ക് അറിയാവുന്ന ചേച്ചിയാണ്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അതുകൊണ്ട് 450 രൂപ കിട്ടി. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പുഴുക്കലരിയാണ് സത്യത്തിൽ ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടേക്കുന്നത്. പുഴുക്കലരി ഇട്ട് നന്നായി അരച്ചതിന് ശേഷം എൻ്റെ വേറൊരു ട്രിക്കും കൂടെ ഞാൻ ഉപയോഗിച്ചാണ് ഇന്നത് വഴക്കുന്നത്. അങ്ങനെ ഒരുപാട് പണിയെടുക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇന്ന് വേറൊരു പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ വഴക്കിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് വെച്ച് നന്നായി ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ എടുക്കാൻ നേരത്ത് മാന്യമായിട്ട് താഴെ ഡീസൻ്റ് ആട്ടിയത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തലി സുഖം പുറത്തൊന്നുമില്ല ചാ. അതന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ അല്ലായിരുന്നു. ഒരു കാലം വേറെ എവിടെയായിരുന്നു ഇരുന്ന് കസാര വയ്ക്കാൻ തുടങ്ങിയതായിരുന്നു. ഇച്ചായ അപ്പോൾ നമ്മൾ കണ്ട വെള്ളം കുറച്ച് നമ്മൾ കണ്ട വടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ അരച്ചെടുത്തു 4 സൈഡിലും. കണ്ട ഗബ്രു കണ്ട. ഇനി ഇത് നമ്മളാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇത് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞതിന് ശേഷം വേറൊരു സൂത്രം ഞാൻ ചെയ്യും. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേറെ കട്ടിപ്പണിയൊന്നും എടുക്കേണ്ടി വരത്തില്ല. കല്ലുപയോഗിക്കാനുള്ള രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതിനകത്ത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, വെള്ളം ഞാൻ കുറച്ചാണ് അരച്ചേക്കുന്നത്. ഓരോരുത്തരും വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അരച്ചത് വെള്ളം കുറച്ചാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ക്ലീനിങ്, അതുപോലെ തന്നെ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് അരയ്ക്കാൻ പോകുന്നത് ചോറാണ്, അതായത് പഴഞ്ചോറ്. അതാണ് നമ്മൾ അടുത്ത അരയ്ക്കാൻ പോകുന്നത്. എനിക്ക് ഇത് ഒരേന്ന് കേൾക്കുമ്പോൾ പല്ല് ഒരുമാതിരിയാവും. അപ്പോൾ നമുക്കിനി ചോറും കൂടെ അരച്ച് മൊത്തത്തിലൊന്ന് തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചോറ് താണ്ട് അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട, ചോറ് നല്ല രീതിയിൽ നമ്മൾ വടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലിലെ മുഴുവൻ അഴുക്കും തന്നെ പോയിട്ട്, നമ്മൾ അരി അരയ്ക്കുമ്പോൾ തന്നെ അഴുക്ക് പോയിട്ടുണ്ട്. അതിലൂടെ ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഫുൾ അഴുക്ക് പോയി കല്ല് ക്ലീൻ ആവും. ഇനി നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ഒരു മല്ലിയോ എന്തെങ്കിലും ഒരു സാധനം ഇട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുക. ഓക്കെ, അതുകൂടെ കഴിഞ്ഞ് ഇച്ചിരി എണ്ണ തൂത്ത് കഴിഞ്ഞാൽ കല്ല് ക്ലീനായി. വേറെ ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല.